ಇರ್ಸತ್ತು ಸತ್ಯವಿಶ್ವಾಸಿಮಾರ ಸಹೋದರಮಾರ ಸಹೋದರಿಮಾರ അള്ളാഹു സുബ്ഹാനഹു തആല പേടിച്ച് ജീവിക്കണ ചൊന്തു സന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற അള്ളാഹു അത്തരത്തിൽ അവൻ്റെ പേടിച്ച് ജീവിக்கிற മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅವರ ಜೀವನ ಚರಿತ್ರತೋ 38ാമത്തെ ക്ലാസ്സിലെത്തിക്ക് ഞങ്ങിപ്പൂടെ ഒട്ടിಗೆ ഇരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅವರ വിഷയത്തിൽ ചെറിയതിലുണ്ട് നബിയുടെ ജീവനത്തെ ചെറിയതിൽ പിടിച്ചിട്ട് 13 വർഷത്തെ മക്ക കാലഘട്ട കഴിഞ്ഞിട്ട് അതിൽ പിന്നെ മക്കത്ത് ഹിജ്റ ബന്ത് മദീനത്തിಗೆ ഹിജ്റ ബന്ത് മദീനത്തെ 1ാമത്തെ വർഷ നടന്നതായ പ്രധാനപ്പെട്ട കുറേ വിഷയം അതിൽ പിന്നെ 2ാമത്തെ വർഷത്തിൽ നടന്നതായ പ്രധാനപ്പെട്ട കുറേ വിഷയമല്ല ഞങ്ങ ಇದಕ್ಕೆ മുന്നത്തെ കഴിഞ്ഞുപോയ ക്ലാസ്സിലെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടായി. കഴിഞ്ഞ ഭാഗത്ത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നു വെച്ച വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ സുഫിയാൻറോ കച്ചവട സംഘ റിട്ടേൺ മക്കത്തേക്ക് പോയോണ്ടുണ്ടു ചൊല്ലற വിഷയ കിട്ടും അല്ലേ. ഇത് ഹിജ്റ 2ാമത്തെ വർഷത്തിലെ റമളാൻ തിങ്കളിലെത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിഷയ കിട്ടറ്. ഏത്? അബൂ സുഫിയാന്റെ കച്ചവട സംഘ ഷാമുക്ക് പോയി തിന്ത് ജുമാദുൽ ഊല ചൊല്ലற തിങ്കളിൽ ഷാമുക്ക് പോയി തിന്ത് അപ്പമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കച്ചവട സംഘത്തെ പിടിക്കുക നോക്കി തിന്ത് മാത്രമ അങ്ങെന്താക്കിന്നാറ് പോയി തിന്നാറ്. ദുൽ ഉഷൈറ ചൊല്ലற ಜಾಗೆ ತೋಲು റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങലെ പെറോൽ പോയി തിന്ത് മാത്ര അങ്ങ പാസായി തിന്നാറ്. ഇനി ആ കച്ചവട സംഘ റിട്ടേൺ പണ്ടപ്പ റമളാൻ തിങ്കളിലെത്തിക്കർ. അപ്പൊ ഈ റമളാൻ തിങ്കളിൽ ഈ കച്ചവട സംഘ റിട്ടേൺ ബന്നുകൊണ്ട് ചൊല്ലற വിഷയ കിട്ടിയപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തര ಬೇಗ ബന്നങ്ങളെ പിടിച്ചിട്ട് അതായത് ഉല്ലങ്ങളെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കരെ ആ കച്ചവട സംഘത്തെ പിടിക്കണു ചൊല്ലற ഉദ്ദേശത്തിൽ എല്ലാവരും ಬೇಗ ಪರ್ತೈಟ್ಟು ಬರ್ನು ಚೊಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അപ്പൊ കുറേ സഹാബിരങ്ങ കേട്ടുന്നാർ എന്ದ್ರೆ ഞങ്ങളെ ಒಂಟ അപ്പുറത്തെ ഗുഡ്ഡൽ മേയുകു പേര് അതിരെ ഞങ്ങൾ എടുത്തു വരട്ടാൻ ചൊന്ത് കേട്ടങ്ക് സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിട്ടില്ല, പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇല്ല അവിടെ ഇക്കട്ട് ഊടെ 6 ഒಟ್ಟಿಗೆ ಒಂಟುಂಡು ಊടെ 6 ഹാജരായിട്ടുള്ളാറ് അങ്ങ നന്റെ മുട്ടത്ത് നന്റെ ഒട്ടിಗೆ പർത്തയിട്ട് ബറുണ്ട് എത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അങ്ങനെ ഉല്ലങ്ങൾ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എന്താക്കരെ പർത്തവരെ. അങ്ങനെ പിന്നെ തെല് മദീനത്തെ തെല് പർത്ത് പോയിൽ പെണ്ണെ എത്തിക്കര് ആ സൈന്യത്തിൽ ആറല്ല അർഹപ്പെട്ടങ്ങോയിട്ട് ഉള്ളാറ് ചൊല്ലെ ആ ഒരു എന്താ പറയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെക്കാക്കര്. അങ്ങനെ ചെറിയ ചെറിയ മക്കളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് പെറുകടത്തർ. ലാസ്റ്റ് ഗുലിരെ 300 ചില്ലറ സഹാബിമാരെ ഇട്ടിക്കറാർ. അങ്ങനൊട്ടിക്കുന്ന 2 കുതിര മാത്ര പിന്നെ 11 ಒಂಟೆ. ഈ 11 ಒಂಟೆല് 300 ചില്ലറ സഹാബിമാർ 300 ചില്ലറ ആൾമാർ സഫർ ആക്കും. അതിൽ ഓരോരു ಒಂಟೆല് 3 ആളില പോലെ ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ് എന്താക്കരെ ആ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കുകയിട്ട് ഭർത്താവൃതയിട്ടിക്കര്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ച് ഇവിടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കാനായ ഒരു വിഷയം എന്തിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറും സഹാബിമാറും മനസ്സിൽ ഇന്നെന്തിരെ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കണു ചൊല്ലற ഉദ്ദേശം എത്തിക്കര്. വേറെ അതിരപ്പുറത്തെ ഒരു ഉദ്ദേശം ഇല്ല. അയങ്ക അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉദ്ദേശം എന്തിനെ കച്ചവട സംഘത്തെ പിടിക്കുക അല്ല, അവിടെ ബദ്ർ യുദ്ധം നടക്കുകയിട്ടിക്കർ അള്ളാഹുടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങ അങ്ക് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ എന്താ അവിടെ ഞങ്ങൾ യുദ്ധത്തിക്ക് പോകേണ്ടി ചൊല്ലற ബിയാർ അങ്ങനെ മനസ്സിലേ ഇല്ല. അങ്ങ് ആ കച്ചവട സംഘത്തെ പിടിക്കുക പോയിട്ടിക്കർ പോണ്ടേ. അപ്പൊ ഇതിലേ നമുക്ക് മനസ്സിലാവൂ ഫ്യൂച്ചർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയാവില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫ്യൂച്ചർ അറിയേ നാലത്തെ വിഷയം അറിയ ഒരാളല്ല. അതേപോലെ സഹാബിരങ്ങ ഔലിയാക്കന്മാർ അങ്ങ നാലത്തെ വിഷയം അറിയറങ്ങ ചൊന്തു കുറേ ആൾമാർ എന്താക്കാർ വാദിക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പഠിக்கிறಂക്ക് സഹാബിരങ്ങളെ ചരിത്ര പഠിக்கிறಂക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവൂ നാലത്തെ വിഷയ അറിയറങ്ങല്ല അങ്ങ ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചന ആക്കുന്ന ഈ ഒരു വിഷയത്തിക്ക്. അപ്പൊ ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഉല്ല സൈന്യത്തെ പിടിച്ചോണ്ടേ ആ കച്ചവട സംഘത്തെ പിടിക്കുകയിട്ട് പോണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവട്ടെ സഹാബിമാർക്കാവട്ടെ ആർക്കും പിടില്ല ആ കച്ചവട സംഘം എവിടെ ഉള്ളേ എവിടത്തോൾ അങ്ങ് ബന്നെത്തിറാറ് അങ്ങ് എത്ര ആളുള്ളാറ് അങ്ങ് എപ്പ മക്കത്തേക്ക് പോയിട്ട് എത്തിറാറ് ഇതെന്തും ഇങ്ങാർക്കും പിടിയില്ല. ഇങ്ങെന്താക്കര് ആ കച്ചവട സംഘത്തെ തേടിയോണ്ട് പോണ്ടേ.
അങ്ങനെ പോയിട്ട് സഫ്ര ചൊല്ലെ ಜಾಗ ಎತ್ತಿಯಪ್ಪ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമം സഹാബിരങ്ങ അവിടെ എന്താക്കാറ് ടെന്റ് ഇട്ടിട്ട് റെസ്റ്റ് എടുക്കാറ്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് സഹാബിരങ്ങളെ എതിർ കടത്തറ്. നിങ്ങൾ എതിർ പോರು ആ കച്ചവട സംഘം നിങ്ങൾക്ക് കിട്ടാണ്ട് നിങ്ങൾ നോക്കರು അന്വേഷിക്കರು ಅದು ಎವಡಿಗೆ പോയിട്ട് ಎತ್ತಿರಚು ಅಂತ നിങ്ങൾ എല്ലാ ವಿಷಯ ಕಲೆಕ್ಟ್ ಆಕಿಟ್ಟು നിങ്ങൾ രണ്ടൊಟ್ಟಿಗೆ ಬಂತು ಅರಿಪಾಟರು ಅಂತ എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് സഹാബിരങ്ങളെ കടത്തറ്. അങ്ങനെ ഈ രണ്ട് സഹാബിരങ്ങ എന്താക്കാറ് എതിർ പോണ്ടാറ് ബദ്ർ യുദ്ധത്തെ ആ ബദ്ർ ചൊല്ലെ ജാഗ്യര മുട്ടത്തോലങ്ങ പോണ്ടാറ്. അവിടെ പോയിട്ട് കുറേ നേര അങ്ങ് അവിടെ കാത്തു ദയിക്കാറ് ഈ കച്ചവട സംഘം എപ്പ പാസ്സാവരെ ചൊന്തു. അങ്ങനെ ചെമ്മനാറ കാത്തു ദച്ചിട്ട് ലാസ്റ്റ് അവിടെ ഒരു കെനിക്കറ് ആ കെനത്ത് തന്നെടുത്തിട്ട് അങ്ങ് കുടിക്കാറ്. പിന്നെ അവിടെ അപ്പറിപ്പറല്ല പോണ്ടാറ്. പിന്നെ ലാസ്റ്റ് അങ്ങ് എന്താടാറ് ഇത് ചെമ്മ ടൈം ആയിട്ട് ബണ്ടിത് കാണില്ല അങ്ങ് റിട്ടേൺ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടത്തിಗೆ പോണ്ടാറ്. അങ്ങ് റിട്ടേൺ മടങ്ങിയതും ഈ അബൂ സുഫിയാന്റെ കച്ചവട സംഘ അബൂ സുഫിയാൻ എന്താ അഞ്ഞലെ ബണ്ട കച്ചവട സംഘത്തെ തെല്ലു ദൂരം നിപ്പാട്ടിട്ട് അബൂ സുഫിയാൻಗೆ ഒരു ಅಂದಾಜಲ್ಲಿ ಇಂತು ಮುಸ್ಲಿಮೀಂಗ ഞങ്ങളെ ബുടാലെ മുസ്ലിമീങ്ങ ഞങ്ങളെ തെരുളു വെച്ച് നിപ്പാട്ടുവാറ് ചൊല്ലത് അവർ ಅಂದಾಜಿ അബൂ സുഫിയാൻಗಿಂತ എന്തേ കാരണം ಇದಕ್ಕೆ ಮೊದಲು 8 വട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിര് കച്ചവട സംഘത്തെ തടയിടുകു ട്രൈ ആക്കിര്. അപ്പൊ ആ ഒരു ഇതില് അബൂ സുഫിയാൻ എല്ലാ അന്താജും വെച്ചിട്ട് അവൻ എന്താക്കുന്ന ഈ കച്ചവട സംഘത്തെ ദൂരെ നിപ്പാട്ടിട്ട് ഈ ബദർ ചൊല്ലെ ജാഗ്യറോടിಗೆ ഇങ്ങനെ ಬಂತು നബിയും സഹാബിരങ്ങ കൂടെ ബന്നിറാറ ചൊന്തു പരിശോധിക്കുകു അയാൾ ബണ്ട് ഇങ്ങനെ പോയതേ ഇയാൾ ബണ്ട്. അങ്ങനെ ഇത്തിക്കർ അവിടെ സംഭവിക്കര്. അങ്ങനെ സബ് ജണ്ടാൽ എന്താവില്ല കണ്ടുമുട്ടില്ല. അങ്ങനെ അബൂ സുഫിയാൻ ಬಂತು അവിടെ നോക്കിട്ടാകുമ്പോ അവിടെ ഉള്ള ആൾമാരൊട്ടി അവിടെ കുറെ ഗോത്രത്തങ്ങിന്നാറ് അങ്ങോട്ടേക്ക് കേക്കറ് ഇവിടെ അപരിചിതമായിട്ടുള്ള ആരെങ്കും ഇവിടെ വന്നിന്നാറ ഇവിടെ ആരെങ്കും ഇന്നാറ ചൊന്തു അബൂ സുഫിയാൻ അവിടുള്ള ആൾമാരൊട്ടിಗೆ കേട്ടിട്ട് മനസ്സിലാക്കറ്. അപ്പൊ അവിടുള്ള ആൾമാർ ചൊന്ന ഇപ്പൊ കുറെ ആൾമാർ ഇന്ന ജണ്ടാൽ ഇന്നാറ് അങ്ങ അപ്പറിപ്പറ നടന്നു ഇന്നാറ് ഇവിടെ തന്നെയെല്ലാം കുടിച്ചു പോയാറിട്ട് അങ്ങ ചൊന്നാറ്. അപ്പൊ അബൂ സുഫിയാನ್ಗೆ ಯಾರ ಆ ಡೌಟ್ ಎಂದೈತು ತೆಲ್ಲು ಯಾರ ಆ ഒരു നബിയും സഹാബിരങ്ങ ഞങ്ങളെ പിടിക്കുക വന്നറാറ് ചൊല്ല ആ ഒരു ഇത് ಬಂತು. ആയെങ്കും അബൂ സുഫിയാൻ പിന്നും ഗ്യാരണ്ടി ആക്കുകയിട്ട് ആ മുട്ടത്തെ തെരുളു അങ്ങ ഇന്ന ജാഗയിലെ ആ ജാഗയെല്ലാം പരിശോധിച്ചിട്ടാകുമ്പോഴത്തേക്ക് അവിടെ ಒಂಟೆರೆ ಎಂದ್ರೆಂತು ಬಿಟ್ಟೆಂತು ಆ ಒಂಟ ಆ ಇದಾಕಿയത്. അങ്ങനെ അതിരെ ಒಂಟೆರೆ ಬಿಟ್ಟರೆ ಅವನು എന്താക്കറ് അതിരെ അപ്പറിപ്പറല്ല ആക്കിയിട്ട് അതിരെ നോക്കുമ്പോൾ അതിൽ ചെറിയ ಬಿತ್ತುಂಡು ആ ഈത്ത പോലത്തെ ಬಿತ್ತುಂಡು. അങ്ങനെ ആ ഈത്ത പോലത്തെ ಬಿತ್ತು നോക്കിയിട്ട് അവൻ ചൊന്ന ഇത് മദീനത്തെ ಬಿತ್ತೈಟಿಕ್ಕರು മദീനത്തെ ഈത്ത പോലത്തെ ಬಿತ್ತೈಟಿಕ್ಕರು. അങ്ങനെ സബಲು നബിയും സഹാബിരങ്ങ ഞങ്ങളെ പിടിക്കുക ബന്നിറാറ് അങ്ങനെ റെഡിയായിട്ടുള്ളാറ് ചൊല്ലുற ವಿಷಯ അബൂ സുഫിയാൻಗೆ അപ്പ പിടിയವರು. അവനെന്താക്ര ആയത്ര ಬೇಗ എമർജൻസി എന്തേ ഒരു തെരു കാണണു ഈ കച്ചവട സംഘത്തെ ഞങ്ങൾ ബച്ചവാക്കണു ചൊല്ലുற ഉദ്ദേശത്തിൽ അബൂ സുഫിയാൻ റിട്ടേൺ കച്ചവട സംഘത്തെ മുട്ട പോണ്ട അവിടെ ഉള്ളേ അങ്ങോട്ടിಗೆ 4 ആളിന്നാർ അബൂ സുഫിയാൻ റൊട്ടി ಖಾಲಿ 40 ആൾമാർ. ആ 40 ആൾമാരിൽ 6 ಯಾರ കുതിര ഓടുപാട്ടിട്ട് ആയത്ര ಬೇಗ ഫാസ്റ്റ് പോണ്ടങ്ങ ചൊന്തു പരിശോധിച്ചിട്ട് അതിൽ ഒരാളിൽ സെലക്ട് ആക്കിയിട്ട് അവൻ്റെ എന്താക്കറ അയാളുടെ ಬೇಗ മക്കത്തുക കടത്തറ് വിഷയ അറിപ്പാട്ടും അയാളാർ ലംലം ഇബ്നു അംർ ഇബ്നു അൽ ഗിഫാരി ലംലം ഇബ്നു അംർ ഇബ്നു അൽ ഗിഫാരി ചൊല്ലുற ആളായിട്ടിക്കറ് അബൂ സുഫിയാൻ എന്താക്കറ് ഈ വിഷയ അറിപ്പാട്ടുകയിട്ട് കടത്തറ്. അങ്ങനെ ലംലം ഇബ്നു അംർ ഇബ്നു അൽ ഗിഫാരി അയാള് ആയത്ര ಬೇಗ അയാളുടെ കുതിരയുടെ പിടിച്ചോണ്ടെ അബൂ സുഫിയാൻ്റെ ഈ മെസ്സേജ് എത്തുപാട്ടുകയിട്ട് പോണ്ടു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട രണ്ട് സഹാബിമാർ ಬಂತು നോക്കുക നിരീക്ഷിച്ചിട്ട് ഇന്നാറല്ലേ അങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು ചൊന്നാറ് അങ്ങും അവിടെ അറിഞ്ഞു തിന്നാറ് കച്ചവട സംഘം 4 ബണ്ട് ചൊല്ലുടെ വിഷയത്തിക്ക് അങ്ക് കിട്ടിയത്. അപ്പൊ ഈ രണ്ട് സഹാബിനങ്ങ് ചൊന്നാറ് എന്തിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ 4 കച്ചവട സംഘം അവിടെ പാസ് ആവുറുണ്ടെ തിക്കറ് വിഷയ കിട്ടിരേണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് 4 കച്ചവട സംഘത്തെ പിടിക്കുകയുള്ള എല്ലാ റെഡിയും ഊടാക്കറ്. ഇവിടെ 3 സീനൈത്തിക്കറ് ഞങ്ങളെ കണ്ണെದುರ್ಲು ಬರ್ನಾയി. ഒന്നാമത്തേത് ഈ ലംലം ചൊല്ലുற ആള് അബൂ സുഫിയാൻ്റെ മെസ്സേജ് എത്തുപാട്ടുകയിട്ട് ആയത്ര ಬೇಗ എവിടെ പോണ്ടേ മക്കത്തുക്ക് പോണ്ടേ. രണ്ടാമത്തേത് അബൂ സുഫിയാനൂടെ
അയാളുടെ ആ കച്ചവട സംഘത്തെ എന്താക്കറ് കാലി ലംലംബർ അവിടെ കർത്തറ മാത്രമല്ല ഈ തെറു ചേഞ്ച് ആക്കുള്ള പ്ലാൻ ആക്കറ്. സാധാരണ മക്കത്തെ മദീനത്തേക്ക് പോകേണ്ട തെറ് ചേഞ്ച് ആക്കിയിട്ട് കടൽ തീരത്തില് വേറെ തെറുള്ളി ഈ കച്ചവട സംഘത്തെ പോവാട്ടുള്ള പ്ലാൻ ആക്കിയുകൊണ്ടു. ഇവിടെ മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ആ കച്ചവട സംഘത്തെ പിടിക്കുള്ള പ്ലാൻ ആക്കിയുള്ളി. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേറ്റിക്കറ് അവിടെ ഉള്ളി. അങ്ങനെ ഈ ലംലം ചൊല്ലുற ആള് മക്കത്തുക്ക് ഈ മെസ്സേജ് എത്തുപാട്ടേക്ക് മുന്നലു അവിടെ മക്കത്തിൽ ഒരു സംഭവം നടക്കരുത്. അതും ഞങ്ങൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യത്തേക്ക് ലംലം ഈ മെസ്സേജ് എത്തുപാട്ടേക്ക് മുന്നോലെ മക്കത്തിൽ ഒരു ചെറിയ ഒരു സംഭവം നടക്കരുത്. എന്തത്? അവിടെ മക്കത്തിൽ ആത്തിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാമിയായി തിന്നെ ആത്തിക്ക ബിൻത് അബ്ദുൽ മുത്തലിബ് അയിമുകുർ കിനാവ് കാണ്ട് എന്തൊരു ചൊന്നെങ്കിൽ ഒരാള് അത് കിനാവ് എത്തിക്കറ്. ഒരാളിങ്ങനെ ബണ്ട് മക്കത്തുക്ക് ഒൺടെലിങ്ങനെ ഒൺടെല് വന്നിട്ട് അവിടെ അങ്ങോട്ടിಗೆ ಬಿಲ್ಚು ചൊല്ലറി എന്തൊരു ഏ മക്കത്തെ ആൾമാര നിങ്ങക്ക് കാലി 3 നാളുള്ളി 3 നാൾ തുൽഗത്തിൽ നിങ്ങക്ക് വലിയ ഒരു ആപത്ത് വരകുണ്ടു. അയാൾ എന്താക്കറ് ಬಿಲ್ಚು ചൊല്ലറി. ആ ആൾമാരെല്ലാം കൂടുറാറ്. അയാൾ പിന്നും ജന 3 വട്ട റിപ്പീറ്റ് ആക്കി ചൊല്ലറു. ഇനി നിങ്ങൾക്ക് 3 നാളുള്ളി 3 നാളത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ ഒരു ആപത്ത് വരകുണ്ടു. അതിൽ പിന്നെ അയാൾ ഒരു ഗുഡ്ഡര മേൽ പത്തിട്ട് വലിയ ഒരു കല്ലെടുക്കറ്. ആ കല്ലെടുത്തിട്ട് ആ റായത്തങ്ങളെ മേൽ എറി. ആ കല്ല് പൊടിയായിട്ട് എല്ലാ ഓരോ ഔത്തുകും ആ കല്ലില് പീസ് വീഴും. അപ്പൊ ഇതായിട്ട് ക്രിക്കിനാവും. അങ്ങനെ ആത്തിക്ക അയ്മെന്താക്കറ് പിറ്റാണ്ട് സുബൈക്ക് സഹോദരായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാളായിട്ടേക്ക്. അങ്ങനെ സഹോദര അബ്ബാസ് റളിയല്ലാഹു അൻഹു അയാളൊട്ടിಗೆ പോയിട്ട് വിഷയം ചൊല്ലರು. നക്ക് ഇങ്ങനത്തെ കിനാവ് കണ്ടെത്ത് ഭയങ്കര പേടിപ്പെടുത്തരുതും അതേപോലെ ആപത്ത് ഉണ്ടു ചൊല്ലற ഒരു വിഷയ ഈ കിനാവുಲು നക്ക് മനസ്സിലായ ಉಂಟು ചൊന്തു അബ്ബാസ് റളിയല്ലാഹു അൻഹുರೊಟ್ಟಿಗೆ ಇಮ ചൊല്ലರು. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലರು, ഈ കിനാവ് നീ ആരൊട്ടിക്കും ചൊല്ലണ്ട, ആരൊട്ടിക്കും ചൊല്ലോ പോവണ്ട, ഇതിന് നീ എന്താക്കു വണിപ്പാട്ടി ബൈ ചൊന്തു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലರು. അപ്പൊ ആത്തിക്കം ചൊല്ലರು, നിങ്ങും എന്താക്കു ഇതിരെ വണിപ്പാട്ടി ബൈക്കും ഞങ്ങളിടയിലെ ഈ വിഷയ കട്ട്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓർക്ക കാബത്തെ പിറ്റാണ്ട് കാബത്ത് അവിടെ ഇങ്ങനെ ദച്ചിട്ടിക്കും ബാരി ബേജാറിലും അതേപോലെ ദുഃഖത്തിലേറ്റിക്കറ് അബ്ബാസ് റളിയല്ലാഹു അൻഹുടെ മുഖ. കാരണം ഈ കിനാവു ചിലപ്പോൾ നേരാവുകയോ ആപത്ത് ബണ്ട 3 നാളത്തിൽ ആപത്ത് ബണ്ട ചൊല്ല ഒരു പേടി അബ്ബാസ് റളിയല്ലാഹു അൻഹുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഈ മുഖ കണ്ടിട്ട് വലീദ് ഇബ്നു ഉത്ബ അയാള് എന്ത് ഭാര്യ ബേജാറിലുള്ളേ ചൊന്തി കേട്ടപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താക്കറ്, നീ ആറൊട്ടിക്കും ചൊല്ലില്ല എന്റെ ഒരു വിഷയം നാ നിക്ക് ചൊല്ലറേ, ആ ആറൊട്ടിയും ചൊല്ലൂറ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ കിനാവ് എന്താക്കറ് ഈ വലീദിനൊട്ടിಗೆ വലീദ് ഇബ്നു ഉത്ബ ചൊല്ലറ് ഈ ആളൊട്ടിಗೆ ചൊല്ലರು. അപ്പൊ ഈ വലീദ് ഇബ്നു ഉത്ബക്കും ടെൻഷൻ ആവും. 3 നാളത്തിൽ നമുക്ക് ഒരു ആപത്ത് പറവുണ്ട. അങ്ങനെ ഇയാൾ എന്താക്കറ് ഔത്തു പോയിട്ട് ഇയാൾ ആറൊട്ടിക്കും ചൊല്ലില്ല ചൊന്നത് ഇയാൾക്ക് തടയുക ഇല്ല. ഇയാൾ അബ്ബറൊട്ടിക്ക് ചൊല്ലರು, ഉത്ബറൊട്ടിക്ക് ചൊല്ലರು. അങ്ങനെ ഉത്ബ എന്താക്കറ് അയാളുടെ സഹോദര ഷൈബറൊട്ടി ചൊല്ലರು. ഇങ്ങനെ ഓരോരോ ആൾമാർക്ക് ഇതിങ്ങനെ വിഷയ പാസ്സായിട്ട് പിറ്റാണ്ട് സുബൈക്ക് എല്ലാവർക്കും ഈ വിഷയം എന്തായിട്ടിക്കറ് അറിഞ്ഞിട്ടിക്കറ്. ഓ ആത്തിക്ക ഈമ ഒരു കിനാവ് കണ്ടറ്, ഇങ്ങനെ കിനാവ് കണ്ടറ്. അപ്പൊ അബൂജാൽക്കും ഈ വിഷയം എവിടെയാവും. അബൂജാൽ എന്താക്കറ് അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫാക്കി വെക്കറ് കാബത്തവിടെ. അവിടെ ಬಂತು ചൊല്ലರು, നിന്റെ തവാഫായിൽ പിന്നെ നീ നന്റെ മീട്ടാവണം നക്ക് ಬಂತು നീ കിട്ടോന്ന് ചൊല്ലರು. ആൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ಬಂತು കിട്ടറ്. അബൂജാൽ എന്താക്കറ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലರು, നിങ്ങളെ കൂട്ടത്തിൽ അതായത് ബനു ഹാഷിം, അബ്ബാസ് റളിയല്ലാഹു അൻഹുടെ ഫാമിലി ബനു ഹാഷിം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലി ബനു ഹാഷിം ആയിത്തേക്ക്. അബൂജാലിന്റെ ഫാമിലി ട്രൈബ് ബനു മഖ്സൂം. അപ്പൊ അബൂജാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലറ്, നിങ്ങളെ കൂട്ടത്തിൽ ഇനി ഒരു പെണ്ണ് നബിമാറും ബറവ് സ്റ്റാർട്ട് ആയാറല്ലേ. മുതലേ ഒരാണ് നബി വന്ന് എന്തെല്ലാം ഫിത്തനാക്കിയിട്ട് അവൻ പോയാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ചൊല്ലറ്, ഇനി ഒരു പെണ്ണും വന്നാലാണ്ടല്ലേ ഒരു തമാസാക്കിற രൂപത്തിലേറ്റിക്കറ് അബൂജാൽ ചൊല്ലറ്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തും മുണ്ടില്ല, എന്തും ഗൊന്തില്ലാത്ത രൂപത്തിൽ എന്തൊരു വിഷയം കേക്ക്. അങ്ങനെ അബൂജാൽ വിഷയ ಎಲ್ಲ ചൊല്ലറ്, ഇങ്ങനെയുള്ള വിഷയം ഒക്ക. അങ്ങനെ ഒക്കും ചൊന്നപ്പ അബൂജാൽ അവിടെ ഒരു പൽക്ക ചൊല്ലറ്, വല്ലാഹി ലനക്തുബന്ന അലൈക്കും കിതാബൻ അന്നക്കും അക്ദബു അഹ്ലു ബൈത്തിൻ ഫിൽ അറബ്. நான் 3 நாள் காக்குறேன்,
മൂന്നാളില് ആ ആപത്ത് ബണ്ടുണ്ടായി, ബണ്ട് എല്ലാവർക്കും ബണ്ട്. മൂന്നാളില് പിന്നും ആ ആപത്ത് ബണ്ടില്ലാണ്ടായെങ്കിൽ നാ ഒരു ലെറ്റർ എഴുതി വയ്ക്കിற, കാബത്തിക്ക് ഇങ്ങനെ തൂക്കി വയ്ക്കിற. എന്തിനാ തൂക്കി വയ്ക്കിற? അന്നക്കും അക്ദബു അഹ്ലു ബൈത്തിൻ ഫിൽ അറബ്. അറബർ കൂട്ടത്തിൽ എല്ലാത്താണ്ടി ബെല്ലെ കളവ് ചൊല്றாங்க நீங்கன்னு சொந்து நானோட லெட்டர் எழுதி வைக்கிற சொந்த திக்கரு அபூஜால் சொல்றோம். அது അങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചെങ്കിൽ അത് മര്യാദയുടെ പ്രശ്നം എത്തിക്കറ്, അത് ഇസ്സത്തിന്റെ പ്രശ്നം എത്തിക്കറ്. ബനു ഒരു അണ്ടത്തെ കാലത്ത് ഓരോ ഗോത്രത്തങ്ങ അങ്ങനെ ഇസ്സത്ത് പോണ്ടത് ഓർക്കും ഇഷ്ടപ്പെടാത്തങ്ങ. അങ്ങനെ ഈ അബ്ബാസ് റളിയല്ലാഹു അവനക്ക് ഭയങ്കര ടെൻഷൻ ആവും. അയാൾ എന്തും മുണ്ടില്ല, അയാൾ സീത പോണ്ടു. അങ്ങനെ ഇയാൾ ഇതേ ടെൻഷനിലുണ്ട് ജാവുകിക്കറ്. പിറ്റാണ്ട് ഇയാൾ എന്താക്കർ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ನಾನು അബൂജാലിനൊട്ടിಗೆ സംജായിസുകയിട്ട് ನಾನು പോണ്ട, അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബത്തെ അയാൾ മര്യാദ എടുക്കുന്ന പോലത്തെ ഒരു ರೂಪ ಇಟ್ಟಿಕ್ರ അയാൾ ആക്കരെ ആന സബലു അയാളൊട്ടിಗೆ ഈ വിഷയത്തിൽ പൽക്കറിയൊന്നും ചൊന്നെന്താക്കർ പിറ്റാണ്ട് സുബൈക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജാലിനെ മുട്ട പോണു. അബൂജാലിനെ മുട്ട പോകുമ്പോൾ അയാൾ മുഖം നോക്കുകയേ ഇല്ല. അയാൾ അപ്പുറം തിരിഞ്ഞുകൊണ്ടു, ഇയാളെ കാണുമ്പോൾ ഓടിയോണ്ടു. എന്റെ കാരണ ഇവിടെ വിഷയം സംഭവിച്ചത് ലംലം ഇബ്നു അംർ അയാള് ഓടിയ ബന്തെന്താക്കിയത് ഇവിടെ ആ വിഷയ അബൂ സുഫിയാൻ ചൊന്നതായ ആ ഒരു മെസ്സേജ് ഇവിടെ എത്തുപാട്ടിரு சொல்றதை டிக்கரு. അതായത് ആത്തിക്ക ചൊല്ற ഐമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമി കിനാവ് കണ്ടത് അത് മൂന്നാളത്തെ ഉൽഗത്തിൽ സംഭവിച്ചത് ചൊല്றதை டிக்கரு ഞങ്ങടെ ചരിത്രത്തിൽ കാണ്ടി. ആന ലംലം ഇബ്നു അംർ അയാള് ബന്ത് ആ ಒಂಟೆಲ್ അയാളുടെ കുതിരയിൽ ബന്ത് ആ ബന്ത് ചൊല്ற സ്റ്റൈൽ എങ്ങനെ നിಂತು ചൊന്നെങ്കിൽ അയാളുടെ ബഗിൽ ഉപ്പു കാറെല്ലാം കൂട്ടിട്ട് കൊറിയ ഉണ്ടാക്കിയിട്ട് ബെല്ലിയാക്കിയിട്ട് തിക്കര അയാൾ ചൊല്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറ്റാക്ക് ആക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ആ സമ്പത്തിനെ പിടിച്ചെടുത്തിട്ടില്ല. ഇയാൾ എന്താക്കിയിട്ട് ഇത് ചൊല്ലുമ്പോഴത്തേക്കും നബി സഹാബിരങ്ങളെ ബന്ത് പിടിച്ചിട്ടെടുത്ത് പോയാറുണ്ട്. അങ്ങനത്തെ ഒരു പൽക്കത്തിലെ ടിക്കറ് ഇയാൾ അങ്ങനത്തെ ഒരു ഇതിലെ ടിക്കറ് ചൊല്റ്. ഇന്നത്തെ മീഡിയ എല്ലാം ആക്കിற പോലെ അല്ലേ, നാളെ ന്യൂസ് മീഡിയ എടുത്തു നോക്കിയെങ്കിൽ എന്തു ഇക്കുള്ള വിഷയം അതിരെ ഉദ്ദാക്കിട്ട് എന്തെല്ലാക്കി ചൊല്றாർ. അതേപോലത്തെ വിഷയത്തിക്കറി ഇയാളതായ ഇയാൾ ബന്ത് എന്താക്കറി യാ മഅശറ ഖുറൈഷ് അല്ലതീമ അല്ലതീമ, ഏ ഖുറൈശ് ഗോത്രത്തങ്ങ ഞങ്ങൾ കുടുങ്ങിപ്പോയ നിങ്ങളെ ഹെൽപ്പ് വേണു. എന്തിരെ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ മുഹമ്മദും അങ്ങ ആൽമാർ ബന്ത് അതിരെ പിടിച്ചെടുത്തു പോയാറ്. ഞങ്ങൾക്കത് കിട്ടില്ലേനി. അൽ ഗൗസ് സഹായ വേണു ಅಂತಲ್ಲ ചൊന്ത് ഇയാളുടെ ഡ്രസ്സെല്ലാം പറിച്ചിട്ട് അങ്ങനെ ഒരു യന്ത്രമാ ഒരു ബെല്ലി ഇതുപോലെ ആക്കിയിട്ട് ഇയാൾ എന്താക്കറ് ചൊല്ലു. അങ്ങനെ ആ ഇത് കേട്ടപ്പോ തിക്കറ് ഒരു ആപത്ത് ഉണ്ടു ചൊന്ത് എല്ലാവർക്കും എന്താ അവിടെ പിടിയാവറ്. ആത്തിക്ക ഐമർ വിഷയത്തിൽ ഐമ ഇസ്ലാം സ്വീകരിച്ചിറ ഇല്ല ചൊല്ലുന്ന വിഷയത്തിൽ എന്തൊരു ഉലമാക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആത്തിക്ക ഐമറെ സംഭവത്തിൽ നമുക്ക് ഇത് മാത്രമേ തിക്കർക്കാണ്ടി. മദീനത്തിൽ പിന്നെ എന്തെല്ലാം നടക്കുക അതിലെവിടും ആത്തിക്കരെ നമുക്ക് കാണ്ടില്ല. അങ്ങനെ സബലു യാറത്തെ ഉലമാക്കന്മാർ അഭിപ്രായ ഐമ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ചൊല്ലുന്നത് ടിക്കർ. അപ്പൊ ഏതായെങ്കിലും അവിടെ വിഷയം എന്താവു അങ്ങ് ഒരു ആപത്തുണ്ടു ചൊല്ലുന്ന വിഷയം അങ്ങ് മനസ്സിലാവും. അപ്പൊ ഈ തിക്കറ് ഖുറൈശിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളും കൊല്ലണു ചൊല്ലുന്ന ഉദ്ദേശത്തിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് അങ്ങ് റെഡിയാവറ്. അവിടെ വെച്ചിട്ട് അങ്ങ് എന്താക്കാറ് യുദ്ധത്തിന് വേണ്ടി റെഡിയാവറ്. അബൂജഹലിന്റെ പ്ലാൻ പ്രಕಾರ ഖുറൈശിമാരുടെ വലിയ ഒരു സൈന്യം എത്തിക്കറ് അങ്ങ് ഉണ്ടാക്കറ്. ഇത്രത്തോളു അങ്ങനത്തെ ഒരു സൈന്യം ഇല്ല. ഇത്രത്തോളു അതായത് ഖുറൈശിമാർ ಬೇರೆ ಬೇರೆ ഗോത്രത്തങ്ങ അങ്ങ് എല്ലാവരും ഒട്ടികായിരെ ഈ ഒരു സന്ദർഭത്തിൽ എത്തിക്കറ്. എല്ലാവരും ഒട്ടികയിട്ട് ഒരു ബാനറിന്റെ അടിയിൽ നിன்று അതായത് നബിരും സഹാബിരങ്ങളും ഇനി ഞങ്ങൾ വിടില്ല, ഇനി ഞങ്ങളെ കൊല്ലണു അങ്ങനെ നാശാക്കണു ചൊല്ലുന്ന ഉദ്ദേശത്തിൽ വലിയ ഒരു സൈന്യം എത്തിക്കറ് അവിടെ റെഡിയാവറെ. ആർഗല്ല ಬರುಗಾವ್ರ അങ്ങെല്ലാവരും ಬರ್ನು ചൊല്ലുറേ ആ ഒരു നിർബന്ധ കൽപ്പന എത്തിന്ത അബൂജഹലിന്റെ. ആരെല്ലാം ബറഗോറ എല്ലാവരും പറഞ്ഞു, ഒരാളും വിട്ടുനിക്കോ തീര. എത്രത്തോളം ചൊന്നെങ്കിൽ ഓരോരു ഔത്തരെ ഒരാളെങ്കിൽ മിക്കോണം. അങ്ങനെ ഓരോരു ഔത്തരെ ഒരാളെങ്കിൽ മിക്കോണം. ആറ് ബറാവില്ല അങ്ങ് പിന്നൊരുത്തരെ കടത്തും. ഇങ്ങനത്തെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കൽപ്പന എത്തിന്ന്. യഥാർത്ഥത്തിൽ ഇത് ആത്തിക്ക ഐമ കണ്ടിക്കിന ഒരു പൂർത്തീകരണ എത്തിക്കറ്. അതായത് ആ ഒരാൾ ഇങ്ങനെ കല്ലെടുത്തിട്ട് എറിഞ്ഞപ്പോൾ അത് പീസായിട്ട് എല്ലാവരും ഓരോ റൗത്തുക്ക് പൂന്തല്ലേ, ആ ഒരു പൂർത്തീകരണ എത്തിക്കറ് ഇതിൻ്റെ എത്തിക്കറ് ചരിത്രകാരന്മാർ വിശദീകരിക്കര്. അതായത് ഔത്തരെ ഓരോരുത്തം എന്താക്കണം, എല്ലാ ഓരോരുത്തം ബർണു ചൊല്ലുற ആ ഒരു കൽപ്പന
ഇന്ന സബുലു എല്ലാവരും എന്താക്കിയാറ് ആ സൈന്യത്തിൽ ഒട്ടികയാർ. അങ്ങനെ കയ്യിൽ നിന്ന് എല്ലാ ടൈപ്പിലെ ആധുനികമായ അന്നത്തെ കാലത്ത് ആധുനികമായ എല്ലാ ആയുധം അങ്ങെടുത്താർ. എല്ലാ രീതിയിലും അങ്ങ് റെഡിയായാർ. ബേന്മയത്ര തിന്നുകും കുടിക്കും എല്ലാം അങ്ങ് പിടിച്ചാർ. കുടിച്ചിട്ട് എല്ലാം മത്തായിട്ട് അങ്ങനെ ഒരു എൻജോയ്മെന്റ് പോലെ ആക്കിയിട്ട് അങ്ങ് എന്താക്കിയാർ. ഇത്ര ഷറാബും എല്ലാം പിടിച്ചിട്ട് അതേപോലെ പാട്ടുപാടിയിട്ട് ഡാൻസ് ആക്കുക വേണ്ടിയിട്ട് ബാലക്കാർത്തി പെൺമക്കളും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു റെഡിയാവലേറ്റിക്കറ് അങ്ങ് റെഡിയായി. അങ്ങനെ 1300 ചില്ലറ ആൾമാറേറ്റിക്കറ് വലിയ ഒരു സൈന്യത്തെ ഒട്ടികാക്കിറങ്ങാം. അവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല ഈ സൈന്യം റെഡിയാകുമ്പോഴത്തേക്കും ഫസ്റ്റ് കുറേശ്ശിമാർ വലിയ വലിയ നേതാക്കന്മാരിൽ പെട്ടങ്ങ അങ്ങ് പെറുജാരി തിന്നാർ. ഞങ്ങ വണ്ടില്ല. അതിൽ ആരല്ല, ഒന്നാമത്തേത് ഉത്ബത്ത് ഇബ്നു റബീഅ. ഉത്ബത്ത് ഇബ്നു റബീഅ അയാള് നാ ബണ്ടില്ലാണ്ട് ചൊന്ന ആളായിട്ടിക്കറ്. നാണ് ഈ യുദ്ധത്തിക്ക് ബണ്ടില്ലാണ്ട് ചൊന്ന ഐത്തിക്കറ്. കാരണം എന്താ ചൊന്ന ഉത്ബത്ത് ഇബ്നു റബീഅ ഇയാള് ശത്രുവായിട്ടിന്നെങ്കും എല്ലാ ശത്രുമാരും ഒരേപോലല്ല. ഇയാൾ തെല്ലെಂದ್ರೆ ഒരു മര്യാദയിന്ന് അതേപോലെ മാന്യതയിന്ന് ഒരാളെ തിന്ത് ഈ ഒത്തുബ ചൊല്ലുന്ന ആൾ. അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിലിരിക്കുമ്പോഴത്തേക്ക് അങ്ങത്ര എല്ലാവരും ബാക്കി നിങ്ങൾ ഉപ്പതരാക്കിற പോലെ ഒത്തുബ എന്താക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഒരു വലിയ ഉപദ്രാക്കിയിട്ടില്ല. മാത്രമല്ല ത്വായിഫിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞിട്ട് ഒരു തോട്ടത്തവിടെ വന്ന് നിന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫുഡ് എത്തുപാട്ടി കൊടുത്ത് തിന്ന ഒരാളെ തിന്താറ് ഈ ഉത്തുബ ചൊല്ലുന്ന ആള്. ശത്രു ആയെങ്കും നബിയുടെ മേല് ആ ഒരു സന്ദർഭത്തിൽ കരുണ കാട്ടിയ ഒരാളേറ്റിക്കരി ഒത്തുബ ചൊല്ലുന്ന ആൾ ആയെങ്കും ഈ ഒത്തുബ നാണ് എന്താക്കില്ല ഈ യുദ്ധത്തിക്ക് ബണ്ടില്ലാണ്ട് എത്തിക്കറിച്ചൊന്നു അന്യായമായിട്ട് ഞങ്ങ എന്താക്കിற യുദ്ധാക്കിற വേണ്ട അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ಐತಿನ್ തീയാലത്. ആ സന്ദർഭത്തിൽ ഇയാളുടെ സഹോദര ಐತಿನ ഷൈബ അയാളുടെ ഫോഴ്സിലേറ്റിക്കറ് ലാസ്റ്റ് ഇയാൾ എന്താക്കിற ഒപ്പുറെ ನಾನು റെഡിയാവുക ചൊന്തു. അങ്ങനെ ലാസ്റ്റ് ഇയാൾ എന്താക്കിറ് യുദ്ധത്തിക്ക് ബണ്ട്. അതേപോലെ രണ്ടാമത്തെ ആൾ ഉഖ്ബത്ത് ഇബ്നു റബീഅ. ഉഖ്ബത്ത് ഇബ്നു റബീഅ ഇയാള് വലിയ ഒരു ആ ശത്രുമാരുടെ കൂട്ടത്തിൽ എല്ലാത്തണ്ടി ബെഡ്ക്കായ ഒരാളായിട്ടിക്കറി ഉഖ്ബത്ത് ഇബ്നു റബീഅ ചൊല്ലുന്ന ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വലിയ ഉപദ്രാക്കിയ ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബത്തോടെ ജണ്ടുപട്ട നിസ്കരിച്ചപ്പോൾ ജണ്ടുപട്ട വലിയ ഉപദ്രാക്കിയ. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൽത്തുക്ക് തട്ടിട്ടിട്ട് അങ്ങനെ ഞെറുക്കി പിടിച്ച ഒരാളായിട്ടിക്കറി ഈ ഉഖ്ബ ചൊല്ലുന്ന ആൾ. അങ്ങനെ ആ ഞെറുക്കി പിടിച്ച് നബിരെ ദമ്മ് കെട്ടുപാട്ടിയപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബന്ത് ബുടുപ്പാട്ടിയത് എന്നങ്ങ് ഇതുക്ക് മുന്നോലത്തെ ചരിത്രത്തിൽ മനസ്സിലാക്കിയതായിട്ടിക്കർ. അതേപോലെ രണ്ടാമത്തെ പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തിലവിടെ നിസ്കരിച്ചു വയ്ക്കുമ്പോഴത്തേക്കു അവിടെ നബി സുജൂദ് പോയപ്പോൾ അബൂജഹൽ കേക്കറ് അല്ലേ ഇയാളുടെ കൽത്തുക്ക് ഒಂಟರೆ ചീഞ്ഞ ആ ബൂട്ടിക്കൊണ്ടിട്ടിറങ്ങാറ്. അപ്പ കൈവൈത്യ മനുഷ്യത്തിക്കറി ഇയാൾ ഉഖ്ബ നാകൊണ്ടാൻ. അങ്ങനെ ഈ ചീഞ്ഞ ഒಂಟರೆ ബൂട്ടിക്കൊണ്ടിട്ടാലൈറ്റിക്കറി ഉഖ്ബ ചൊല്ലുന്ന ആൾ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര കഷ്ടം വന്നപ്പ ഫാത്തിമ റളിയല്ലാഹു അൻഹ അതിരെ ബുടുപ്പാട്ടിയതും അങ്ങനെ അങ്കെതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദ്വാർന്നതുമല്ല ഞങ്ങൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയതായിട്ടിക്കർ. അപ്പൊ ഈ ആളായിട്ടിക്കറി ഉഖ്ബ ചൊല്ലുന്ന ആൾ. ഇയാൾ ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ ചൊന്തു ഞങ്ങൾ ഒത്തുക്ക് നിങ്ങൾ ഫുഡ് തിന്നോ പറഞ്ഞു. എന്തിനാ ഒരു വിഷയത്തിൽ അയാൾ എന്താക്കർ ബിൽക്കിർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു നീ മുസ്ലിം ആവാണ്ട് നിന്റെ ഒത്തുക്ക് ഞാൻ ഫുഡ് തിന്നോ പണ്ടില്ല. അപ്പൊ ഇയാൾ എന്താക്കർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ചൊല്ലു ഷഹാദത്ത് കലിമ ചൊല്ലു. അങ്ങനെ ഇയാൾ മുസ്ലിം ആയിട്ട് ചൊല്ലുന്ന ഉദ്ദേശത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കർ അയാൾ ഒത്തു ഫുഡ് തിന്നോ പോണു. അതിൽ പിന്നെ ആൾമാർക്ക് വിഷയ കിട്ടറ് ഇയാൾ ഇസ്ലാം സ്വീകരിച്ചമാ ഉഖ്ബ ഇസ്ലാം സ്വീകരിക്കും എല്ലാവരും അതിശയായി പോയാർ. അപ്പൊ ഈ തിക്കറ് ഇയാളുടെ ചങ്ങായി തിന്നെ ഉബയ്യിബ്നു ഇയാളുടെ ചങ്ങായി തിന്നെ ഒരാള് ഉബയ്യിബ്നു ഖലഫ് ഇയാളെ മുട്ട പണ്ട് ഉഖ്ബറ മുട്ട നീನು ഇസ്ലാം സ്വീകരിച്ചമാ ചൊന്തു അതിശയത്തെ ആ രൂപത്തിൽ കേട്ടപ്പ ഉഖ്ബ ചൊല്ലു ഞാനത് വെറുതെ ഇസ്ലാം സ്വീകരിച്ചു ഞാനത് ನನ್ನ മനಸಾರ ചൊന്നതല്ല അത് നബി ഔത്തുകു അവിടെ ಬಂತು ഫുഡ് തിന്നോ കേട്ട് ചൊല്ലുകു ഐത്തിക്കറ് ഞാനത് അങ്ങനെ ചൊന്നരേ ചൊന്തു ഇയാൾ ചൊല്ലു. അപ്പ ഇയാൾ ചൊല്ലു ഈ ഉബയ്യി ചൊല്ലുന്ന ആൾ ചൊല്ലു ഇത് നാ വിശ്വസിക്കില്ല. നീ എന്താക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ
എതിർ പോയിട്ട് നബിക്ക് ബേന്മായ പോലെ പറഞ്ഞിട്ട് ഗോജാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് തുപ്പുർ കൊടുത്തോളൂ നാ വിശ്വസിക്കില്ല. അങ്ങനെ ഈ മനുഷ്യ ഈ ഉക്കുബ ചൊല്ല ആള് ഇയാള് നബിരെ മുട്ട പോയിട്ട് ബാണ്ടാത്തെ പറച്ചലിട്ടിട്ട് നബിക്ക് മുഖത്തുക്ക് തുപ്പിയാളായിട്ട് ക്രിയാൽ അത്ര വലിയ നീച്ചമായ ഒരാൾ. അപ്പൊ ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പൽക്ക ചൊന്തിന്ത് മക്കത്തെ പറത്തല് നിന്റെ കൊല്ലൂര് പറഞ്ഞാൽ ബറുകൊണ്ടു അയാളൊട്ടിಗೆ മക്കത്തെ പറത്ത് നിന്റെ കൊല്ലൂര് പറഞ്ഞാൽ ബറുകൊണ്ടു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തിന്ത്. അങ്ങനെ ഇത് ഇയാൾ പേടിച്ചു തിന്ത്. ഈ ഒരു പൽക്ക ഇയാൾ പേടിച്ചിരുന്നു. അത് കൈത്തിക്കർ ബദ്ർ യുദ്ധത്തെ സന്ദർഭത്തിൽ ഇയാൾ എന്താക്കില്ല, എതിർ വണ്ടില്ല, നാ വണ്ടില്ലാണ്ട് ಐತಿಕ್ಕರ್ ഇയാൾ ചൊല്ലറി നാ വണ്ടില്ലാണ്ട്. ആ ലാസ്റ്റുക്ക് ഫോഴ്സ് ആക്കിട്ടല്ലാമത്ത് എന്തൊരു വിഷയാണ്ട് കേട്ടപ്പോ ഇയാൾ വിഷയം ചൊല്ലറി ഇങ്ങനെ വിഷയം. അപ്പൊ ചൊല്ലറി നീ പേടിക്കണ്ട, നിക്ക് നല്ല എന്തൊരു ഫാസ്റ്റ് ഓർഡർ ഒരു വണ്ടിര നാങ്ക നിങ്ങക്ക് തണ്ട, അങ്ങനെ നീ എന്താ ഒരു ബച്ചവാടാറ്, നീ പേടിക്കണ്ട. മാത്ര ബദ്ർ യുദ്ധത്തിൽ ഈ യുദ്ധ സ്റ്റാർട്ട് ആവരേക്ക് മുതൽ ഇയാൾ വണ്ടിട്ട് യന്ത്രമാ പേടിച്ചു ഓടിത്ത് ഇയാൾ കീല് പോന്തു. ലാസ്റ്റിക്ക് ആ സഹാബിരങ്ങ എന്താക്കി ഇയാൾ പിടിച്ചു പോകണ്ടാറ്. അങ്ങനെ ഇയാൾ ബന്ദിയായിട്ട് പിടിക്കാറ്. ബദ്ർ യുദ്ധത്തെ ബന്ദിയായങ്ങളെ എല്ലാവരും വിട്ടര് ജന്റെ ആൾമാരുടെ എന്താക്കിര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധശിക്ഷക്ക് വിധിച്ചര്. ഒന്ന് ഇയാളൈത്തിക്ക് റുഖബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പൽക്ക അവിടെ എന്താ അവിടെ യാഥാർത്ഥ്യം അവിടെ അല്ലേ. എത്രേ അയാൾ ബച്ചവാകു നോക്കിയെങ്കും അതെന്താ ഇല്ല ഫായിദ ഇല്ല ചൊല്ലറേ തിക്കറ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അപ്പൊ ഇയാള് ഫസ്റ്റ് പെറൂജാരി തിന്നാല് പിന്നെന്തായിട്ട് സേരിത്ത്. അതേപോലെ പിന്നൊരാളെത്തിക്കറ് ഉമയ്യ ഇബ്നു ഖലഫ്. ഉമയ്യ ഇബ്നു ഖലഫ് ആറ് ബിലാൽ റളിയല്ലാഹു അൻഹു യജമാന. അയാളും ഫസ്റ്റ് ചൊന്ന ആ ബണ്ടില്ലാണ്ട് എത്തിക്കറ്. കാരണം ഓർക്ക സഅദ് റളിയല്ലാഹു അൻഹു മക്കത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിലിരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു നബിരെ കാണുകയിട്ട് വന്നപ്പ അങ്ങനെ നടുലെന്തരം അവർ പൽക്കൈത്തിന്ത്. അപ്പൊ പൽക്കായപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ലರು നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലുറുണ്ട് ഒരു പൽക്ക നമുക്ക് ചൊന്തന്നറുണ്ട്. അപ്പൊ ഈ ഒരു ഇതുണ്ടല്ലേ ഇയാളുടെ മനസ്സിൽ തെച്ചു തിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നബിയിൽ വിശ്വസിച്ചില്ലെങ്കും നബി ചൊന്നത് ചിലതല്ല നേരാവുക ചാൻസ് ഇക്കറുണ്ട് അങ്ങ് പിടിന്ത്. അപ്പൊ അത് കൈത്ത് ഇയാൾ ഇത് മനസ്സിൽ വെച്ച് തിന്ത്. അങ്ങനെ ബദ്ർ യുദ്ധത്തെ സന്ദർഭത്തിൽ ഇയാൾ ബറുകു പേടിച്ചു തിന്ത്, നാ ബണ്ടില്ലാണ്ട്. അപ്പൊ അബൂജഹൽക്ക് ഈ വിഷയം കിട്ടിയപ്പോ അബൂജഹൽ എന്തായി, പെൺമക്കിഡ്രി സെന്റ് പെൺമക്കിഡ്രി പെർഫ്യൂം അണ്ടത്തെ കാലത്ത് അത് കൊടുത്തു കടത്തരെ ഇത് പോയിട്ട് അയാൾ ടിക്കറ്റ് ദയിക്കോ ചൊല്ലു. കാരണം അയാളുടെ ഒരു കീലാക്കിയ രൂപത്തിൽ ഹേടിത്തന ചൊന്തു പെൺമക്കളെ പോലെ ചൊന്തു അയാളുടെ എന്താക്കിற ഒരു തമാസാക്കിற രൂപത്തിൽ അബൂജഹല് ആക്രയിത്തിക്കർ കാണ്ടേ. അപ്പ ഇത് നോക്കിയിട്ട് ഇയാൾക്ക് യാർ അർത്ഥമുണ്ട്. ഇയാൾ എന്താക്കി നണ്ട് ഇങ്ങനെ ആക്കിയാനാ ഇനി അങ്ങനെ ഉണ്ടായി നന്റെ പൗരുഷത്വ നാ കാട്ടുന്ന് ചൊല്ലി ആ ഒരു ഇതിലേറ്റിക്കർ ഇയാൾ എന്താക്കരെ ആ യുദ്ധത്തിക്ക് പാർട്ടിസിപ്പേറ്റ് ആക്കരെ. അപ്പൊ ഇങ്ങനെ കുറെ ആൾമാർ പെറൂജാര്യങ്ങ വന്നാർ. ലാസ്റ്റ് അതിൽ ഒരാൾ മാത്രം ಬಂತಿಲ್ಲ, അബൂലഹബ് ബണ്ടില്ല ചൊന്തു. അയാൾ എന്തായെങ്കിലും എന്താക്കിട്ടില്ല യുദ്ധത്തിക്ക് പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ടില്ല. അയാളുടെ ബദലിക്ക് പിന്നൊരാളെ കടത്തി. അത് കടത്തോ കാരണമുണ്ട്. 4000 ദിർഹം അബൂലഹബിക്ക് ഇയാൾ കൊടുക്കുകയുണ്ട്. അപ്പൊ ഇയാളെ വിളിച്ചു, നീ 4000 ദിർഹം നക്ക് തറവുണ്ടല്ല, അത് നീ തറന്നുട്ടില്ല, പിന്നെ ಅದರ ബദലിക്ക് നീന് യുദ്ധത്തിക്ക് നന്റെ ബദലിക്ക് നീ പോണു ചൊന്തു. അങ്ങനെ അബൂലഹബ് എന്താക്കി ബദലിക്ക് പിന്നൊരാളെ കടത്തിരി. അബൂലഹബ് എന്തേ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ടില്ല. അവിടെ ചരിത്രകാരന്മാർ ചമ്മ അഭിപ്രായം ചൊല്ലാറ്. ഒന്ന് സ്വന്ത കുടുംബത്തിൽ പെട്ടങ്ങൈറ്റിക്കറ ഈ കുറേശ്ശിരങ്ങ ബനു ഹാഷിം കുടുംബത്തങ്ങൈറ്റിക്കറ യാറുല്ലേ. അപ്പൊ കുടുംബത്തങ്ക് എതിരായിട്ട് യുദ്ധാക്കരുത്. അയാള് ജാഹിലിയ കാലഘട്ടത്തിലെ അതൊരു വലിയൊരു ഇതൈത്തിന്ത് എന്തൊരു കുടുംബത്തെ ഉൽഗത്തിലെ ഫൈറ്റ് ആവുന്നു. അതങ്ങനെ ഏസികര ഒരു വിഷയത്തിന്ത് ആ ഒരു കാരണത്തിലെത്തിക്കറ അയാൾ അങ്ങനെ പെറൂജാരിരേಂಟು ಉಂಡು. പിന്നൊരു അഭിപ്രായം എന്താ വെച്ചാൽ അയാൾക്ക് ആ സന്ദർഭത്തിൽ രോഗ പിടിപെട്ട് തിന്ത് എന്തിനാ ഒരു രോഗ പിടിപെട്ട് തിന്ത് ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇന്ന സബല അയാൾ എന്താക്കിയിട്ടില്ല യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ടില്ലും അങ്ങനെ അഭിപ്രായമുണ്ട്. ഏതായെങ്കിലും അങ്ങനെ കുറെ ആൾമാരല്ല പെറൂജാര്യങ്ങ പിന്നെ മനസ്സിലിട്ടിക്കര് എന്താക്കിര് ആ യുദ്ധത്തിക്ക് പാർട്ടിസിപ്പേറ്റ് ആക്കി. അങ്ങനെ 1300 ചില്ലർ ആൾമാരുള്ള ഈ 1300 ചില്ലർ ആൾമാർ ഇന്നെങ്കും അങ്ങനെ കൽബല്ല ಬೇರೆ ಬೇರೆ ഇട്ടിക്കര് അങ്ങ് ഒട്ടിಗೆ ഇന്നെങ്കും അങ്ങനെ കൽബ് ಬೇರೆ ಬೇರೆ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്ന പോലെ കുറെ കാഫിർമാരെ നിങ്ങൾ ഒട്ടികയിട്ട് കണ്ടെങ്കും അങ്ങനെ കൽബ് ಬೇರೆ ಬೇರೆ ഇട്ടിക്കര്. തഹ്സബുഹും ജമിയ അല്ലേ, നിങ്ങൾ വിചാരിക്കാറ് അങ്ങനെ ഒട്ടികയാണ് മാത്രമ വഖുലൂബുഹും ശത്ത അങ്ങനെ കൽബല്ല ಬೇರೆ ಬೇರೆ ഇട്ടിക്കര്. ആ ഒരു അവസ്ഥ അത് ഏത് കാലത്തും അങ്ങനെ എല്ലാവരും മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് നിണ്ടെങ്കും അങ്ങനെ ഉൽഗത്തിൽ എത്രമാ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ഉൽഗത്തിൽ എത്രമാ ഇതിക്ക് അങ്ക് അങ്ങനെ നഞ്ചിനർക്ക് അങ്ങനെ ഉൽഗത്തിലെ ഇക്കറി ചൊല്ലുന്ന വിഷയം നാം മനസ്സിലാക്കണം. അതേപോലെ
കുറേശ്യമാർ അങ്ങ് എല്ലാവരും ഒട്ടികയെങ്കും അങ്ങനെ കൽബല്ല മനസ്സില്ലാത്ത മനസ്സിലും അതേപോലെ ഒരു ഫോർസൈറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയിലിട്ടിക്கிறாங்க അവിടെ പാർട്ടിസിപ്പേറ്റ് ആക്കിற അങ്ങനെ അവിടെ പുറത്ത ഒരു സന്ദർഭത്തിൽ അങ്ക് പിന്നൊരു പ്രോബ്ലം ആവും കുറേശ്യമാർ മക്കത്തെ പുറത്ത ഒരു സന്ദർഭത്തിൽ അങ്ങനെ തലൽ പിന്നൊരു പ്രോബ്ലം ഉണ്ട് എന്തൊരു പ്രോബ്ലം മക്കത്തെ മുട്ടത്തിലുള്ള ഒരു ഗോത്രമുണ്ട് ബനു ബക്കർ ചൊല്ല ഗോത്ര ഈ ബനു ബക്കർ ഗോത്ര തങ്ങളൊട്ടിಗೆ കുറേശ്യമാർ സമില്ല ഫസ്റ്റിലെ നബിയാവരേക്ക് മുന്നലേ അങ്ങനെ നടുಲು ಅಂದ್ರೆ ഒരു പ്രോബ്ലം ഇತ್ತು അതായത് ബനു ബക്കർ ഗോത്ര തങ്ങ കുറേശ്യമാർ ഒരാളെ കൊന്നിട്ടിന്നാറ് കുറേശ്യമാർ ബനു ബക്കർ ഗോത്രത്ര ഒരാളെ കൊന്നറാറ് അങ്ങനെ ജണ്ടാലും സമയത്ത് ഒരാളെ കൊന്നു തിന്നാറ് ആയെങ്കും കുറേശ്യരംഗത്തിൽപ്പെട്ട ഒരാള് രണ്ടാമത്തെ ഒരാളിലെ ബനു ബക്കർ ഒരാളെ കൊന്നിട്ടിന്ത് அதுக்கு ബദലായിട്ട് ഇങ്ങ ബനു ബക്കർ ഗോത്രത്തങ്ങ ഇത്രത്തോളം എടുത്തിട്ടേ ഇല്ല അത് എപ്പ എടുക്കാറ് ചൊല്ല് ആ ഒരു പേടി അങ്ങനെ മനസ്സിലിന്ത് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എല്ലാ ഇത്ര ആൾമാര് ഈ ആണിങ്ങല്ല വലിയ ഒരു സൈന്യം ഇത്ത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിക്ക് പോണ്ടെങ്കും മക്കത്തില് ആളില്ലാണ്ടാകുമ്പോ ഈ ബനു ബക്കറങ്ങ ബന്ത് ഞങ്ങളെ മക്കളെ ഞങ്ങളെ പെഞ്ഞൈമാരെ ഉപദ്രാക്രാറ ചൊല്ലെ പേടി അങ്ങനെ മനസ്സിൽ ബന്ത് അപ്പ ഇത്തിക്കറ് വലിയ നേതാവ് ആറ് ഇബ്ലീസ് ಶೈತಾನ್ ಅವನು ಸುರಾಕರ ರೂಪത്തിൽ ಬಂಡಿ ಸುರಾಕರ ರೂಪത്തിൽ ಟಿಕ್ರಿ ಆ ಶೈತಾನ್ ಬಂಡಿ ಪ್ರತ್ಯಕ್ಷ ಸುರಾಕರ ರೂಪത്തിൽ ಬಂತು சொல்ற நீங்க பனு பக்கர் விஷயத்தில் நீங்க പേടിക്കാറുണ്ടായി நீங்க പേടിക്കണ്ട அதுக்கு நான் ഗ്യാരണ്ടി തണ്ട അങ്ങ് നിങ്ങൾ എന്താക്കില്ല എന്റെ കാരണം സുറാക്കർ ರೂಪത്തിൽ ബറകും ഒരു കാരണമുണ്ട് എന്റെ കാരണം ചൊന്നെങ്കിൽ ബനു ബക്ര ഗോത്ര ബെല്യ ഗോത്ര അതിലെ ഒരു മെയിൻ ഗോത്ര ಐತಿಕ್ರ ബനു കിനാന ഗോത്രത്തെ ലീഡർ ಐತಿಕ್ರ ഈ സുറാക്ക ഏതുപോലെ ഇപ്പൊ ഖുറൈശി ബെല്യ ഗോത്ര അതിലെ മെയിൻ ഗോത്ര ബനു ഹാഷിം ഗോത്ര അതേപോലെ ബനു ബക്ര ഗോത്രത്തെ മെയിൻ ഗോത്ര ಐತಿಕ್ರ ബനു കിനാന ആ ബനു കിനാനത്തെ ലീഡർ സുറാക്ക അപ്പൊ അത് കഴിച്ചു സുറാക്ക ചൊന്നെങ്കിൽ പിന്നെ ഇനി പിന്നെ ഞങ്ങൾ പേടിക്കൊന്നുണ്ടില്ല ആർക്ക് ഈ ഖുറൈശിമാർ അങ്ങനെ ബിയറിക്കാർ അപ്പൊ അത് കഴിത്തിക്കർ സുറാക്കർ രൂപത്തിൽ ഷൈത്താൻ ബന്ത് ചൊല്ലേ നിങ്ങൾ ബനു ബക്ര ഗോത്രത്തെ വിഷയത്തിൽ പേടിക്കണ്ട നാണില്ല നിങ്ങളുണ്ട് ഒരാളും എന്തുമാക്കില്ല ചൊന്തു അവിടെ ഷൈത്താൻ എന്താക്കറി ഗ്യാരണ്ടി കൊടുക്കുക അതേറ്റിക്കർ സൂറത്ത് അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലർ ഷൈത്താൻ ചൊന്ന പൽക എന്ದ್ರೆ വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസ് ഇന്നത്തെ നാൾ നിങ്ങൾ ഒരാൾക്കും എന്തുമാക്കോ സാധ്യല്ല നിങ്ങൾ ധൈര്യത്തിൽ പോറുണ്ടു ആ ഷൈത്താൻ അങ്ക് ധൈര്യം കൊടുക്കുന്നത് കാണും പിന്നെ ആ ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ ഷൈത്താൻ എന്താ പിന്നെ പാതിൽ ഓടിയ പോണ്ടതും അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ചൊല്றது നമുക്ക് ആ ആയത്ര ബാക്കിയിൽ കാണും ഏതായെങ്കിലും അങ്ങനെ ആ സുറാക്കര ധൈര്യത്തിൽ ഇങ്ങനെ അവിടെ 1300 ചില്ലറ ആൾമാർ വലിയ ഒരു സൈന്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ട് പോരാടുകയായിട്ട് അങ്ങനെ അവിടെ പർത്തവര് ആ പർത്തവര സന്ദർഭത്തിൽ അബൂജഹല് കാബറെ കില്ല പിടിച്ചിട്ട് ദുആർക്കര ഒരു ദുആ ഉണ്ട് അല്ലാഹുവേ സത്യത്തെ ടീമിനെ നീ വിജയിപ്പാട്ട് അതിന് പിന്നാക്ക് അല്ലേ സത്യം അസത്യം പോരാടുക പോണ്ടേ സത്യത്തെ നീ വിജയിപ്പിക്കുന്നു ഓമ്പേർച്ചിലെ ഓണ്ടതായിട്ടിക്കർ സത്യാണ് അപ്പൊ അങ്ങനത്തെ ഒരു ദുആ ഇട്ടിക്കറ ഒന്ന് പറഞ്ഞേ അതേറ്റിക്കർ സൂറത്ത് അൻഫാൽ അല്ലാഹു ചൊല്ലെ ഇൻ തസ്തഫ്തിഉ ഫഖദ് ജാകുമുൽ ഫതഹ് നിങ്ങൾ സത്യത്തെ വിജയിക്കുകയിട്ട് ചൊന്നാറ് സത്യമേ വിജയിച്ചേ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലും അല്ലേ സത്യമേ വിന്നായി അത് കഴിത്ത് ഇൻ തന്തഹു ഫഹുവ ഖൈറുൽ ലക്കും ഏത് സത്യണ്ട് നിങ്ങൾക്ക് പിടിയൈത്ത് നിങ്ങൾ മുണ്ടതൈക്കരുത് നിങ്ങൾക്ക് ഖൈറൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് അൻഫാൽ ചൊന്ന പൽക്കൈറ്റിക്കർ അങ്ങനെ അബൂജഹൽ അങ്ങെന്താക്കറാർ അവിടെ ആ റായത്തെ മക്കത്തെ അങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുകയിട്ട് അങ്ങലിട്ട് യുദ്ധാക്കുകയിട്ട് പർത്തവർ അത് എങ്ങനെ പർത്തവരെ അഹങ്കാരത്തിലും കിബിറിലും ആ ഒരു നങ്ങമേ വിന്നവർ ചൊല്ലോ ആ ഒരു ഇതിലേറ്റിക്കറാങ്ങ പർത്തവർ അതേറ്റിക്കർ സൂറത്തു അൻഫാൽ അല്ലാഹു ചൊല്ലു വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വറിആ അന്നാസ് സ്വന്ത ഔത്തുൽ നിന്ത് അഹങ്കാരത്തിലും ആൽമാരെ കാട്ടുകയിട്ട് പർത്തായിട്ട് ബന്ധങ്ങളെ പോലെ നിങ്ങൾ ആവണ്ട ചൊന്ത അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസിമാരോട് ചൊല്ലുന്നത് അതേറ്റിക്കർ അങ്ങ് അഹങ്കാരം കിബിറിലുമായിട്ടിക്കർ അവിടെ പർത്തവർ അതിൽ പിന്നെ ഇവിടെ അബു സുഫിയാൻ ಬೇರೆ ಮೆತ್ತೂರ್ಲು ಬಂತೆಂದ അവിടെ ಬಚ್ಚವಾಯಿಟ್ಟು ಬಂದ ಅದು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಬಾಕಿ ವಿಷಯ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്നതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ
ഞങ്ങൾക്ക് തപ്പറെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ട്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.